നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ. എനിക്ക് ഈ പഴഞ്ചൊല്ല് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനെയാണ് ഓർമ്മ വരിക. ഓക്കെ, ഓരോ വർഷവും ഓരോ പ്രശ്നങ്ങളായിട്ടാണ് വരിക. അപ്പൊ കീം നോർമലൈസേഷനിൽ കഴിഞ്ഞ വർഷത്തെ വിവാദങ്ങൾക്ക് ശേഷം ഇത്തവണ വളരെ നേരത്തെ തന്നെ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ പുതിയ കീം നോർമലൈസേഷൻ ഫോർമുല, പണ്ടത്തെ ഫോർമുല സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പിന്നീട് പുതിയ ഫോർമുല കൊണ്ടുവന്നു, അത് CBSE-കാർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നല്ലോ ഡിസ്കഷൻസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്താണ് പുതിയ ഫോർമുല എന്നുള്ളത് കാണാം. അതായത് +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് ഓരോ പരീക്ഷാ ബോർഡിലുമുള്ള ഉയർന്ന മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് ശേഖരിക്കും. അങ്ങനെ ഈ വിഷയങ്ങളിൽ സംസ്ഥാന വിഷയങ്ങളിൽ ഉയർന്ന മാർക്ക് 100ഉം CBSE പോലുള്ള ഇതര ബോർഡുകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് 95ഉം ആണെങ്കിൽ ഇവ രണ്ടും 100ആയിട്ട് പരിഗണിക്കും. അതായത് ഒരു ടോപ്പറുടെ മാർക്ക് എടുക്കും, ആ ടോപ്പറിലോട്ടാണ് ഇത് സമീകരിക്കുക. അതേപോലെ തന്നെ ഇനി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് ലഭിക്കുന്ന മാർക്ക് 5:3:2 റേഷ്യോയിലായിരിക്കും എടുക്കുക. അതായത് 300 മാർക്കിൽ മാത്സ് 180-ലാക്കും, ഫിസിക്സ് 90-ലും കെമിസ്ട്രി 60-ലും ആക്കും. ഓരോ വർഷവും +2 പരീക്ഷ എഴുതിയവരുടെ മാർക്ക് വ്യത്യസ്ത രീതിയിൽ തന്നെ ആയിരിക്കും പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ നോർമലൈസേഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പൊ പരിഗണിക്കുക? ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റില് ഒരാൾക്ക് മാത്തമാറ്റിക്സ് നമുക്ക് എടുക്കാം. സ്റ്റേറ്റിലെ ടോപ്പ് മാർക്ക് 100 ആണെന്ന് വിചാരിക്കുക. അയാൾക്ക് കിട്ടിയ മാർക്ക് ഹിസ് മാർക്ക് എന്നുള്ളത് ഇത് ടോപ്പ് മാർക്സ് ആണ്, 95 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, CBSE-യിൽ ഈ ടോപ്പ് മാർക്ക് ഒരു 95 ആണ് എന്ന് വിചാരിക്കുക. റൈറ്റ്, അയാൾക്ക് കിട്ടിയ മാർക്ക് 93 ആണ് എന്ന് വിചാരിക്കുക. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതിലോട്ടാണ് ഇത് നോർമലൈസ് ചെയ്യുക. അപ്പൊ ഇതെന്താവും? ഇത് 93/95 × 100 ആയിരിക്കും. ഇതെന്തായിരിക്കും? 95/100 × 100 ആയിരിക്കും. അതായത് ഇത് ഏകദേശം ഇത് 95 തന്നെ വരും. ഇത് 93/95 എന്ന് പറയുമ്പോൾ പ്രോബ്ലി നമുക്കൊരു, ഞാൻ എക്സാക്ട് ചെയ്യുന്നില്ല, മേ ബി ഒരു 98 വരും എന്ന് നമുക്ക് വിചാരിക്കാം. അതായത് ഈ 95 100 ഇക്വലന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഇതിനെന്താ പ്രശ്നം? ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ടോപ്പറുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളൊരു ടോപ്പറെ ആലോചിച്ച് നോക്കുക. സ്റ്റേറ്റിലാവട്ടെ CBSE-ലാവട്ടെ ഒരുപാട് അടിപൊളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഈ 95 എന്നുള്ളതായിരിക്കും 100 മാർക്ക് ഒരാൾ വാങ്ങിയെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 93-കാരനെ ഈ 100, ഈ ഫോർമുല മാറിയിട്ട് 93/100 × 100 ആയിരിക്കും. അതായത് 93 ആയിരിക്കും മാർക്ക്. സോ ബേസിക്കലി ടോപ്പർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ ഒരു ടോപ്പ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, 100 വാങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ വരിക? അങ്ങനെയാണെങ്കിൽ ഇതിൽ ബേസിക്കലി എന്തുണ്ടാവില്ല? നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അങ്ങനെ സംഭവമില്ല. സെയിം മാർക്ക് എത്രയാണോ ഈ കിട്ടുന്ന മാർക്ക് അത് തന്നെയാണ് എൻട്രൻസ് പരീക്ഷയ്ക്കും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ ഒരു പുതിയ നോർമലൈസേഷൻ ഫോർമുലയുടെ നോർമലൈസേഷൻ തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഈ ഫോർമുലയുടെ ഏറ്റവും നല്ല പ്രത്യേകത. കാരണം ഒരു ടോപ്പർ എപ്പോഴും അവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലെയർ എന്നാണ് വിളിക്കുക. ഒരു ടോപ്പർ എപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലെയർ ആയിരിക്കും. കാരണം അയാള് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാള്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഐൻസ്റ്റീന്റെ ബുദ്ധിശക്തിയുള്ള ഒരാള് നമ്മുടെ ബോർഡ് എക്സാം എഴുതുന്നുണ്ടെന്ന് വിചാരിക്കും. എക്സ്ട്രീംലി ടഫ് പേപ്പർ വന്നു, പക്ഷെ അയാൾക്ക് മാത്രം 100 കിട്ടാലോ. പക്ഷെ അയാളുടെ 100 കൊണ്ട് ബാക്കി എല്ലാവരും ഡിസഡ്വാൻറ്റേജിലാവും. ഇത് സ്റ്റേറ്റിനാണോ CBSE-ക്കാണോ പ്രശ്നം? ഇത് ഇനി കേൾക്കുമ്പോൾ ഇനി എല്ലാ സ്റ്റേറ്റുകാരും എൻ്റെ നേരക്ക് ചാടി കയറിയിട്ട് ഞാൻ CBSE-കാർക്ക് വേണ്ടി സംസാരിക്കുന്നേ എന്ന് പറയാൻ വേണ്ടി വരണ്ട. ഇപ്പൊ നമുക്കറിയാം സ്റ്റേറ്റിന്റെ എക്സാംസും ടഫറായിട്ട് വരികയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റിന്റെ +2 മാർക്ക് വളരെ ടഫായി എന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് ബോർഡ് ഏകദേശം 2 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ വളരെ മിടുക്കനായ ഒരാൾക്ക് 100 മാർക്ക് കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഇത്തവണ CBSE-ന്റെ എളുപ്പമായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് CBSE-കാർക്ക് അഡ്വാൻറ്റേജ് ആവും. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താ പറയുക, നോർമലൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോൾ നമുക്കുള്ള ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം നിങ്ങൾ സ്റ്റേറ്റുകാരായിട്ട് CBSE-കാരാവട്ടെ, നിങ്ങൾ +2 മാത്സ് പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇത് ശരിയാണോ അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ബയസുകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് കമന്റ് ചെയ്ത് ഇത് നമ്മളൊരു ടോട്ടൽ പോപ്പുലേഷൻ എടുക്കാതെ നമ്മളൊരു ടോപ്പറുടെ മാത്രം മാർക്ക് എടുത്തുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വെറുതെ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ ഇത് ഒരു വൻ മണ്ടത്തരമാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, അതായത് IIT പ്രോസസ്സും കുസാറ്റ് പ്രോസസ്സും ഒക്കെ അടങ്ങിയ അവരുടെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ മുഴുവൻ വായിച്ചതാണ്. അതിലെവിടെ ഇങ്ങനെ ഒരു ഫോർമുല പറഞ്ഞിട്ടില്ല. അവർ 4 ഡിഫറെന്റ് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യം മാറ്റണം. ഇപ്പൊ സ്റ്റേറ്റ് സിലബസുകാർക്ക് വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അപ്പൊ അത് മാറ്റണം.
മാറ്റണം, പകരം നിങ്ങൾ 4 ഫോർമുലാസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ നോക്കിയിട്ട് പരിഗണിക്കണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ 4 ഫോർമുല അല്ലാതെ 5ാമതൊരു ഫോർമുല പുതുതായിട്ട് എവിടെ നിന്ന് കെട്ടിയിറക്കിയതാണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും സംഭവം ശുദ്ധ മണ്ടത്തരാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ നേരത്തെ റൂൾസ് സെറ്റ് ചെയ്തു എന്നുള്ളതൊരു സമാധാനമാണ്. ഇനി ആ സമയത്ത് വിവാദം, കുട്ടികൾക്ക് ടെൻഷൻ, ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവല്ലോ. ഇപ്പൊ എന്തിനാ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ ടഫ്നെസ് ലെവൽ അനുസരിച്ച് ഈവൻ സ്റ്റേറ്റും ടഫായി വരികയാണ്. CBSE തന്നെയാണ് ടഫർ. അപ്പൊ അവർക്ക് ഇത് ഡെഫിനറ്റ്ലി കുറച്ച് ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, അത് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ബട്ട് സമ്മൺ ഹാസ് ടു സഫർ. തൽക്കാലം ഇപ്പൊ അത്രയല്ല അതിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ CBSE ആവട്ടെ ICSE ആവട്ടെ ടഫർ ആയിട്ടുള്ള ബോർഡ്സിന് ഇത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലയർ ആയിട്ട് ഒരു ടോപ്പർ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ആക്ച്വലി ഇങ്ങനൊരു എന്താ പറയാ ഒരു എക്സാമിന് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. കീമ് പോലത്തെ ഒരു എക്സാം ഇനി ആവശ്യമുണ്ടോ? JEE എഴുതിയിട്ട് ഇനി +2 മാർക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ JEE എഴുതിയിട്ട് അതിലോട്ട് ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് കേരളത്തിൽ നിന്ന് എടുത്തിട്ട് +2 മാർക്ക് കൂട്ടിയാൽ പോരെ? JEE ആണെങ്കിൽ 2 എക്സാംസ് നടക്കുന്നുണ്ട്. കുട്ടികൾ എന്തിനാണ് ഈ ഡിഫറെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? JEE എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിട്ടുള്ള ഒരുവിധം ആളുകളൊക്കെ JEE എഴുതുന്നുണ്ട്. ഈ കുസാറ്റും കീമൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരൊറ്റ പൂളിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പരീക്ഷ എഴുതാനൊക്കെ അത് നന്നായിരിക്കും. ഇപ്പോൾ കീമിന്റെ JEEയുടെ ലെവല് വ്യത്യാസമുണ്ട്, അതിനൊന്നും പ്രത്യേകിച്ച് മീനിങ് ഇല്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. ഓക്കെ, അത് JEE ആവട്ടെ കീം ആവട്ടെ, ആ കോമ്പറ്റേറ്റീവ് എക്സാമിൽ അതിനനുസരിച്ച് അതിനൊരു എക്സാമിന് വേണ്ടി ഒരു പ്രിപ്പയർ ചെയ്യുന്നു, അത് എഴുതുന്നു, അങ്ങനെ ചെയ്താൽ പോരെ? അതല്ലേ ഏറ്റവും നല്ലത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി ഒരു കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിന് ഒരിക്കലും നല്ല പേരല്ല ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാര്യത്തെ ഫിക്സ് ചെയ്യേണ്ടത് നല്ല ഉദ്ദേശശുദ്ധിയോട് കൂടി, ഇതെന്തോ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും അങ്ങനെയല്ല ഉണ്ടാവുക. അൾട്ടിമേറ്റ്ലി ഇനി ഒരു തവണ സ്റ്റേറ്റും CBSE ഈസിയറും സ്റ്റേറ്റ് ടഫറും ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ CBSE സ്റ്റുഡൻസിന് എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടും, റൈറ്റ്? അപ്പൊ അതിന് പകരം എല്ലാവർക്കും നീതിയുക്തമായ ഒരു ഫോർമുല ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നും എനിക്ക് പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ പറയാം, നമുക്ക് കേൾക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.